നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയൊരു കൂടുണ്ട്. ഇതിൽ നമ്മളിപ്പം പാലക്കാട് നാടന്റെ ഇതാണ് പാലക്കാട്. അതെ അതെ, ഇത് പാലക്കാട് നാടന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് നമുക്ക് അടയൊക്കെ ഇരിക്കുന്ന ഏറ്റവും നല്ല ഒരു ബ്രീഡ് കുഞ്ഞുങ്ങളാണ്. അതായത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് അതെ, കാരണം നമ്മളടുത്ത് ഒത്തിരി പേര് നാടൻ കോഴികൾ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. ഇത് ഏത് കുഞ്ഞുങ്ങളാണ്? കൈരളിയുടെ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോ ഒരാഴ്ച പ്രായമുള്ളതാ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കയറുന്ന സൗണ്ട് കേട്ടിട്ട് അവരങ്ങനെ പേടിച്ച് ഒതുങ്ങിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ 7ാമത്തെ ദിവസത്തിലുള്ള വാക്സിനേഷൻ ഇന്നലെ കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇവിടെ തന്നെ ബ്രൂഡിങ് റെഡിയാക്കുന്നത്. ഇവിടെ 21 ദിവസം വരെ മേളത്തെ നിലയിലായിരിക്കും, ഇവിടെ തന്നെ ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നല്ല എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ട്. അതെ അതെ, 4 സൈഡ് ഇതാ പറഞ്ഞ കൂടി ചെയ്യുമ്പോൾ ഇപ്പോഴും ഇതുപോലെ എയർ സർക്കുലേഷൻ ഉള്ള കൂടി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ ഒരു മ്യൂസിക് കേൾക്കുന്നത് അതായത് ഈ ഒരു പാട്ട് എപ്പോഴും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടാവും. അത് നോർമലി ഈ താഴത്തെ കോഴികൾ നിങ്ങളെ കണ്ടപ്പോൾ പേടിച്ചില്ല അല്ലേ? അവര് നിങ്ങളെ കണ്ടപ്പോൾ പേടിച്ചില്ല, അവര് സൈലന്റ് ആണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരെപ്പോഴും ഇങ്ങനെ ഒരു പാട്ട് കേട്ട് ആസ്വദിച്ച് അതിലങ്ങനെ നിൽക്കുന്നത് അതൊരു കാര്യമാണ്. പിന്നെ വേറൊരുള്ളത്, നമ്മളിവിടെ രാത്രി പട്ടിശല്യങ്ങളുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടോണ്ടിരുന്ന പട്ടിശല്യം ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഈ ലൈറ്റും എപ്പോഴും ഇങ്ങനെ കേജിൽ. ഇതിപ്പം ഇവിടെ നമ്മൾ നോർമലി മേളിൽ ബ്രൂഡിങ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മേളിൽ ചെറിയൊരു ചൂട് കൂടുതലുണ്ട് താഴത്തേനേക്കാളും. അപ്പൊ ഇവിടെ നമ്മൾ പകലൊരു 11 മണിക്ക് ശേഷം നോർമലി ഇവിടെ ലൈറ്റിന്റെ ആവശ്യമില്ല, നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് ചാർജ് നമുക്ക് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് BV380 കുഞ്ഞുങ്ങളല്ലേ? അതെ അതെ, ഇത് BV380 തന്നെ 1.5 ആഴ്ച പ്രായമുള്ള 1.5 ആഴ്ച. അപ്പൊ ഇവരുടെ ഈ ചുണ്ട് കരിക്കുന്നത് അതായത് നമ്മളിവിടെ ഇവർക്ക് 2ാമത്തെ വാക്സിൻ, അതായത് 14 എന്ന വാക്സിൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നോർമലി ഇവർക്ക് ചുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് കരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവർക്ക് കരിക്കുന്നതെന്ന് പറഞ്ഞാൽ 45 ദിവസം കഴിയുമ്പോഴാണ് 2ാമത്തെ ചുണ്ട് കരിയുന്നത്.